സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇനോർഗാനിക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ആഡ്സ് റണ്ണാക്കിയിട്ട് റിസൾട്ട്സ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ട ഏത് റീലാണോ ആ റീലിൻ്റെ താഴെ പോസ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ടാവും. അവിടെ നമുക്ക് കൊടുക്കേണ്ടത് വിസിറ്റ് യുവർ പ്രൊഫൈലാണ്. കാരണം നമ്മൾ അവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് യുവർ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അതെടുത്തിട്ട് നമ്മൾ ലൊക്കേഷൻ എടുക്കുക. റീജിയൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ കേരള, ഇന്ത്യ, നമ്മൾ മലയാളികളുടെ അടുത്താണ് നമ്മൾ ആഡ് റണ്ണാക്കുന്നത്. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള ഇന്ത്യ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏജ് ചൂസ് ചെയ്യണം. ഓഡിയൻസ് നെയിം കൂടെ ജസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ലീഡ്സ് എന്ന് വെറുതെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസ് സജഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 65 വരെയുള്ള ആൾക്കാരൊന്നും വേണ്ട. ഞാനിപ്പോൾ ബുക്കാണ് സെല് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. അഗെയിൻ മേലെ റൈറ്റിൽ നിങ്ങൾക്ക് കാണാം, ടോപ്പിൽ ടിക്ക് കൊടുക്കുക. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആഡ് റൺ ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ടി വരില്ല, ഒക്കെ സേവ് ആയിട്ടുണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ലീഡ്സ് പറഞ്ഞിട്ടുള്ള ഓഡിയൻസ് നമ്മൾ ചൂസ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്, മെൻ ആൻഡ് വുമൺ, 2 ആൾക്കാർ നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ബഡ്ജറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എത്ര രൂപയ്ക്കാണോ ആഡ് റൺ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ 500 രൂപയ്ക്ക് സെറ്റ് ഡ്യൂറേഷൻ ഉള്ള ഓപ്ഷൻ കൊടുക്കുക. ഒരു ദിവസത്തേക്കാണ് ഞാൻ റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എസ്റ്റിമേറ്റഡ് റീച്ച് നമുക്ക് ഇവിടെ കാണാം 5900 to 16000 ഒക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങളിവിടെ ആഡ്സ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ, നമ്മളിപ്പോൾ 500 രൂപയ്ക്കാണെങ്കിൽ 500 അവിടെ ആഡ് ചെയ്യുക. എത്രയാണോ റൺ ചെയ്യേണ്ടത് ആ ഒരു ഫണ്ട് നമ്മളവിടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക നമ്മൾ. എന്നിട്ട് നിങ്ങളെ UPID കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അവിടെ പ്രോസസ്സിങ് ആണ്, നമുക്കവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ ഏതാ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. ഏത് UPI ആണോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ താഴെ നിങ്ങൾ UPID കൊടുത്തിട്ട് വെരിഫൈ കൊടുത്താൽ നേരെ ആ UPIയിലേക്ക്, ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ആക്കി അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടാവും. ജസ്റ്റ് അതിൽ പേയ്മെൻറ്റ് ചെയ്താൽ നേരെ ഈ ഒരു സ്ക്രീനിലേക്ക് വന്നാൽ ജസ്റ്റ് നിങ്ങളെ ഫണ്ട് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ പോസ്റ്റിനുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ പോസ്റ്റിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ആഡ് റിവ്യൂവിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, 24 hours അത് അപ്രൂവ് ആവും. എനിക്കിവിടെ കാണാൻ ആഡ് ഓൾമോസ്റ്റ് 528 രൂപയ്ക്ക് റണ്ണായിട്ടുണ്ട്. ഓക്കെ, 528 രൂപയ്ക്ക് റണ്ണായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഏണിങ്സ് 734 രൂപ, ഓൾമോസ്റ്റ് 200 രൂപേനെ പ്ലസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേ ആഡ് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇത് എഡിറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ഡ്യൂറേഷനും ഫണ്ട് എമൗണ്ടൊക്കെ കൂട്ടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഒന്ന് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. മീൻസ് നിങ്ങൾ ആദ്യം ഒരു 100 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 150 ആഡ് റണ്ണാക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്യുക. ആദ്യം അത് അപ്രൂവ് ആവാൻ വെയിറ്റ് ചെയ്യുക. അപ്രൂവ് ആയിട്ട് ഫണ്ട് റൺ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സെയിലൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് പോവാം. ചിലപ്പോൾ ആഡ് റൺ ചെയ്തിട്ട് റിജക്റ്റ് ആയാലും നിങ്ങൾക്ക് വെറുതെ ആ ഒരു ഫണ്ട് അതിൽ കുടുങ്ങി കിടക്കും. പിന്നെ അടുത്ത റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് ഒരു 100 രൂപയ്ക്കോ അല്ലെങ്കിൽ 130 രൂപയ്ക്കോ അങ്ങനെ എന്തുവാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വലിയ എമൗണ്ടിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഇതിന് ഞാനിപ്പം 500 രൂപയ്ക്ക് റണ്ണാക്കിയപ്പോൾ എനിക്ക് 700 സംതിങ് കിട്ടി. സോ 200 പ്ലസ് പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, ഇത് എഡിറ്റാക്കി. അതെങ്ങനെ എഡിറ്റാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എക്സ്ട്രാ എമൗണ്ട് ഞാൻ ആഡ് ആക്കി. ബിക്കോസ് വലിയൊരു എമൗണ്ട് റൺ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു മാർജിൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ആഡ് ടൂൾസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ പോവാം. ഞാനിപ്പോൾ ചൂസ് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ എടുക്കുക. ടൂൾസ് ഓപ്പൺ ആക്കി. ഓക്കെ, സോ നിങ്ങൾക്കൂടെ കാണാം ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ആഡാണ് നമ്മൾ റണ്ണാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എഡിറ്റ് ചെയ്തതാണ്. ഞാൻ 10,000 അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ബഡ്ജറ്റ് ആൻഡ് ഡ്യൂറേഷൻ എന്നുള്ള ഭാഗത്ത് പോയിട്ട് എത്ര രൂപയ്ക്കാണോ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യേണ്ടത്, മീൻസ് ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയും കൂട്ടി വെച്ചതുകൊണ്ടാണ്. നിങ്ങളിപ്പം 100 രൂപയ്ക്ക് ചെയ്ത് വെച്ച ആഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 മുതൽ മേലോട്ട് എത്ര വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. അതുപോലെ ഇതിപ്പോൾ ഞാൻ മേലോട്ട് കൂട്ടി വെച്ചതുകൊണ്ടാണ് പിന്നെ താഴത്തോട്ടാക്കാൻ പറ്റാത്തത്. അതുമാത്രമല്ല, പിന്നെ ഡ്യൂറേഷൻ എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഓൾറെഡി ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്യൂറേഷനും സംഭവമൊക്കെ സെറ്റായി. പക്ഷേ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മളിവിടെ പോവാം. മേലെ ടോപ്പിൽ 3 ഡോട്ട് എടുക്കുക. അവിടെ എടുത്തിട്ട് നമ്മൾ ബിസിനസ് ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്നുള്ള ഓപ്ഷനിൽ പോവാം. ആഡ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോവാം. പേയ്മെൻറ്റ് മെത്തേഡ്സ് ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ഓപ്ഷനിൽ പോവാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഇപ്പോൾ എൻ്റെ ഇത്രയും ഫണ്ട് ബാക്കിയുണ്ട്. സോ ഇവിടെ ആഡ് ഫണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ പോവാം. നമുക്ക് എങ്ങനെ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5000 ആണെന്നുണ്ടെങ്കിൽ
ഞാൻ 5000 നേരത്തെ ആഡ് ആക്കിയിട്ടുള്ളൂ. 10,000 ആഡ് അവിടെ എഡിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 5000 ആഡ് ആക്കിയിട്ടുണ്ട് നേരത്തെ. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഫണ്ട് തീരാനാകുമ്പോൾ ഞാൻ ഒരു 5000 കൂടി ആഡ് ആക്കി കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഓൾമോസ്റ്റ് നേരത്തെ ഇപ്പോൾ 4000 സംതിങ്ങിനാണ് റണ്ണായത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇത് അതേപോലെ തന്നെ കൊടുക്കുക. UPI കൊടുക്കുക. പേയ്മെൻറ്റ് നിങ്ങൾ UPI ആപ്പ് നേരെ ഓപ്പൺ ആക്കുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു പേജിലേക്ക് വന്നാൽ ഡയറക്റ്റ് ഫണ്ട് ആഡ് ആയി പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് കാണാം. കഴിയുമ്പോൾ നിങ്ങളെ ഫണ്ട് കൂടെ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത്ര ഉള്ളു സംഭവം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു 4000 രൂപയ്ക്ക് റണ്ണായപ്പോൾ എനിക്ക് 4000 റണ്ണാക്കിയപ്പോൾ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് 5300 സംതിങ്ങിന് പ്ലസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 5300 സംതിങ് പ്ലസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്നൊരു ദിവസം 4000 സംതിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് സെയിൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ബുക്കാണ് സെല്ലാക്കിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് എൻ്റെ പ്രോഫിറ്റ്. ഈ ഒരു 146 സെയിൽസ് ക്ലോസ് ആയിട്ടുണ്ട്. അഗെയിൻ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10,000 റുപ്പീസിന് റൺ ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3K 4K ഒരു ദിവസത്തെ പ്രോഫിറ്റ് ഒരു 4K പ്ലസ് എങ്കിലും കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എത്ര ഉള്ളൂ സംഭവം. സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടൻറ്റ് നല്ല രീതിക്ക് എത്രത്തോളം പ്രോപ്പറാണോ അല്ലെങ്കിൽ ആൾക്കാർ ബൈ ചെയ്യാൻ വില്ല് ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെ കണ്ടൻറ്റ് ഞാൻ വലിയ ടോപ്പ് കണ്ടന്റ് എന്നല്ല, ജസ്റ്റ് ഒരു സാധാരണ കണ്ടൻറ്റാണ്. അത്ര ക്വാളിറ്റിയും വലിയ ക്വാളിറ്റിയും ഇല്ല. ജസ്റ്റ് ഇതിനാട്ടി നല്ലൊരു ക്വാളിറ്റി ഒക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചാൽ കൺവേർഷൻ റേറ്റ് ഇതിനാട്ടി എത്രയോ തവണ ഇൻക്രീസ് ആവും. അത് ഷുവറാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 146 സെയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴും സെയിൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതാ അത്ര 4064 ഇന്നലത്തെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം 2000 സംതിങ്. ഓക്കെ, അതൊക്കെ തന്നെയാണ് സക്സസ്ഫുൾ ആയത്. കുറേ ഉണ്ട്, കുറേ സെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ആഡ് റൺ ചെയ്യുക. ആദ്യം ചെറിയ എമൗണ്ട് റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റിസൾട്ട്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എമൗണ്ട് കൂട്ടുക. അല്ലാതെ വെറുതെ എമൗണ്ട് വലിച്ച് ആദ്യം തന്നെ 10,000 5000 ഒന്നും ആഡ് ആക്കാൻ നിൽക്കരുത്. ഓക്കെ, അത്രയും വലിയ എമൗണ്ട് നിങ്ങൾ ആഡ് റൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെന്ത് ചെയ്യുക, ഒരു 200 രൂപ 500 രൂപയ്ക്കൊക്കെ റണ്ണാക്കി തുടങ്ങുക. അത്യാവശ്യം പ്രോഫിറ്റിൽ കയറുക. ഓക്കെ, ഒരു ബിസിനസ്സാണ്, ഒരിക്കലും ഓവർനൈറ്റ് സക്സസ് അല്ല. പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കുക. കറക്റ്റ് കണ്ടന്റ്, ക്വാളിറ്റിയുള്ള കണ്ടന്റ് അപ്ലോഡ് ആക്കാൻ നോക്കുക. അത് നിങ്ങൾ ആഡ് റണ്ണാക്കാൻ നോക്കുക. പിന്നെ ആഡ് റണ്ണാക്കുമ്പോൾ മ്യൂസിക് ഒന്നും ഇട്ട് റണ്ണാക്കരുത്. അപ്പോൾ മ്യൂസിക് ഇട്ടാലൊക്കെ റിജക്റ്റ് ആയി പോകും. മീൻസ് നമ്മൾ ഇൻസ്റ്റയിൽ മ്യൂസിക് യൂസ് ചെയ്തിട്ടുണ്ട്.